മലയാളത്തിൽ നിന്ന് ഒരു ഹൊറർ സീരീസ് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. C5 ഒറിജിനൽസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് C5 ഡയറക്റ്റ് റിലീസ് ചെയ്യുന്ന സിനിമകളായാലും സീരീസ് ആയാലും കിടു സാധനങ്ങളായിരിക്കും. മറാത്തി ആയാലും തെലുങ്ക്, കന്നഡ, ഈ ഹൊറർ മിത്തോളജിക്കൽ എലമെന്റ്സിന്റെ ഒരു മിക്സ് ആയിരിക്കും അവർ യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്. പെട്ട സാധനങ്ങളായിരിക്കും. എക്സെപ്റ്റ് ഫോർ മലയാളം. മലയാളത്തിൽ ഇതിനു മുമ്പ് ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു C5 ഗൊമ്മട്ടം. നമ്മുടെ സുദേവ് നായരുടെ ഗൊമ്മട്ടം. ഈ ലോകത്തുള്ള സകലമാന ഓക്സിജൻ മുഴുവൻ വലിച്ചെടുത്തിട്ട് അണ്ണ എയർ പിടിച്ച് അഭിനയിച്ച് കൊള്ളാക്കി ഗൊമ്മട്ടം. ഇതിപ്പോ രണ്ടാമത്തത്. അത് ചവറാണ് വെച്ചാൽ ഇത് ചവർക്ക ബാപ്പ്. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. സോ ഇതില് നമ്മുടെ സീറോ വന്നിട്ട് ശബരീഷ് ആണ്. തെറ്റിപ്പറഞ്ഞതൊന്നുമല്ല, ഹീറോ അല്ല, സീറോ ശബരീഷ് ആണ്. സോ ഈ സീരീസ് കണ്ടുകൊണ്ടുണ്ടായ ആകെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വീണ നായരാണെന്ന് എനിക്ക് മനസ്സിലായി. ഓരോ എപ്പിസോഡ് തുടങ്ങുമ്പോഴും 3 വട്ടം എഴുതി കാണിക്കുന്നുണ്ട്. 7x3 7 എപ്പിസോഡാണുള്ളത്. 21 വട്ടം കാണിക്കുന്നുണ്ട്. PSC എക്സാമിന് ചോദിക്കോ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഹൊറർ സീരീസ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന്? അത് അതിലേറെ വെറുപ്പിക്കലായിരുന്നു. ആദ്യം അവീണ പ്രൊഡക്ഷൻ എന്നാണ് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു വീണയുടെ ഓപ്പോസിറ്റ് ആണോ അവീണ? വീണ പ്രൊഡക്ഷൻസ് എന്നാണ്. ഞാൻ തെറ്റി വായിച്ചതാണ്. യൂഷ്വലി മലയാളം ഇൻഡസ്ട്രി എന്തൊക്കെ വലുതാണ്, എന്തൊക്കെ കിടുവാണ് പറഞ്ഞാലും ഹൊറർ പരിപാടികൾ ഇവിടെ കോമാളിത്തരങ്ങളാണ്. എക്സെപ്റ്റ് ദ ലെജൻഡ് രാഹുൽ സദാശിവൻ. അങ്ങനെ അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരൊറ്റ എണ്ണത്തിന് മര്യാദയ്ക്ക് ഒരു ഹൊറർ പടം എടുക്കാറില്ല. ഹൊറർ പറഞ്ഞ സാധാരണ ഇവിടെ ഹൊറർ കോമാളിത്തരങ്ങളായിരിക്കും. ആൻഡ് ഇതില് ഹൊററും ഇല്ല, കോമഡി ഇല്ല, കോമാളിത്തരും ഇല്ല. ഒരു നിർഗുണ നാടകം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിലൊരു പ്രേതം വരുന്നുണ്ട്. റോയൽ എൻഫീൽഡിന്റെ മറ്റേ ഹണ്ടർ ഓടിച്ചിട്ട് വരുന്ന പ്രേതം, ഐഫോൺ ഉപയോഗിക്കുന്ന പ്രേതം. യൂഷ്വലി എല്ലാ പടങ്ങളിലും നമ്മൾ കാണാറില്ല കണ്ണ് വെള്ള കളർ ആവുന്നതല്ല, ഇത് കണ്ണ് ചുവപ്പ് കളറാവും. അത് കണ്ട് പേടിച്ചിട്ട് ഒരുത്തൻ ചാവുകയും ചെയ്യും. എനിക്കൊക്കെ കണ്ടിട്ട് ചിരിയാണ് വന്നത്. മൈത്തലി പ്രേതത്തിന്റെ പേരാണ് മൈത്തലി. ഇജാതി ഒരു വൃത്തികെട്ട പ്രേതത്തിനെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ കൊടുത്ത കാശിന് ഈ കൊച്ചു മാത്രം ഇതിൽ പെർഫോം ചെയ്തിട്ടുള്ളൂ. 10 രൂപ കൊടുത്തെന്ന് വെച്ചാൽ 10,000ന്റെ എക്സ്പ്രഷൻ ഇട്ട് കൊള്ളാക്കിയിട്ടുണ്ട്. സോ ഒരു 10 പൈസക്ക് കൊള്ളാത്തൊരു ഹൊറർ സീരീസ് വേണമെങ്കിൽ പറയാം. ഗൊമ്മട്ടത്തിനേക്കാളും ചവറാണ് ഈ സാധനം. സോ ആദ്യം കാണിക്കുന്നത് വെച്ചാൽ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് പറഞ്ഞിട്ടൊരു ബംഗ്ലാവ് ഉണ്ട്. ആ ബംഗ്ലാവിന്റെ അവിടുത്തെ പ്രേതത്തിന്റെ മെയിൻ പണി ബംഗ്ലാവിലെ ഡോർ അടയ്ക്കുക, അതേപോലെ തന്നെ ബംഗ്ലാവിലെ ജനൽ അടയ്ക്കുക, ടോയ് കാർ വെച്ചിട്ട് ആൾക്കാരെ പേടിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രേതത്തിന്റെ പരിപാടി. അപ്പൊ ഈ പോലീസ് സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാവുന്ന പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലോട്ട് മാറ്റുന്നു. പിന്നെ ഉണ്ടാവണ കുറെ പേക്കൂത്ത് പരിപാടിയാണ് പറഞ്ഞു പോകുന്നത്. അയ്യോ വൻ ശോകസാണ്. വൻ ശോകം പറഞ്ഞ വൻ ശോകം. യൂഷ്വലി പകൽപൂരം, ആകാശഗംഗ, മേഘ സന്ദേശമൊക്കെ ഇപ്പൊ എടുത്താലും അതിന് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. കാരണം അത്ര പേടിപ്പിക്കുന്ന പടങ്ങളും തേങ്ങയൊന്നുമല്ല. കോമഡിക്ക് കോമഡി ഉണ്ട്, എന്നാൽ അത്യാവശ്യം ത്രില്ല് അടിപ്പിക്കുന്ന പടങ്ങളുമാണ്. ഇത് എന്തോന്ന്, ഇതിലൊരു ഫ്ലാഷ് ബാക്ക് പോർഷൻ ഉണ്ട്. എന്റെ പൊന്നോ, കണ്ണീരും കിനാവെന്ന് ഇട്ടാൽ പോലും ആൾക്കാർ കരയില്ല. അജാതി ഒരു ഊള ഫ്ലാഷ് ബാക്ക് പോർഷൻ. ഇതൊക്കെ കണ്ട ആര് കരയും പറഞ്ഞിട്ടാണ്. പിന്നെ ഇതില് വില്ലനാ അയ്യോ വൻ വില്ലൻ കണ്ട അപ്പം മൂത്രം പോകും. അജാതി ഒരു വില്ലൻ. സകലമാന എണ്ണത്തിന് ഇതിൽ കയറ്റി അഭിനയിപ്പിച്ചിട്ടുണ്ട്. വീണ നായർ പ്രൊഡക്ഷൻ പറയുന്നത് ഈ സകലമാന ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരുടെ പൈസയും കൊണ്ട് ഉണ്ടാക്കിയതാണ് തോന്നുന്നു. കാരണം ആൾക്കാരെ കാശ് മേടിപ്പിച്ച് അഭിനയിപ്പിച്ചതായിട്ടാണ് പേഴ്സണലി തോന്നിയത്. എല്ലാ എണ്ണവും ഉണ്ട്. വരുന്നവനും പോണവനും ഒക്കെ കയറി അഭിനയിച്ച് കൊളാക്കിയിട്ടുണ്ട്. ശബരീഷിന്റെ അഭിനയം ഞാനൊന്നും പറയുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ സീറോ എന്ന് പറഞ്ഞു. ഒരൊറ്റ ഒരുത്തൻ മര്യാദയ്ക്ക് ഈ സിനിമയിൽ പെർഫോം ചെയ്തതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയില്ല. ചിലവർക്ക് ഇത് വൻ കിടു സാധനമായിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. എനിക്ക് വേസ്റ്റ് സാധനമായിട്ടാണ് തോന്നിയത്. ഇതിലും ഭേദം കാഞ്ചന ഇരുന്ന് കാണുന്നതാണ്. അജാതി ഒരു എന്തോന്ന് ഇത്. പ്രേതം പറയുമ്പോ അറ്റ്ലീസ്റ്റ് നമുക്ക് ഒന്നെങ്കിൽ അവരുടെ ഫ്ലാഷ് ബാക്ക് പോർഷൻ ചേർത്ത് ഒരു ഇമോഷൻ തോന്നണം, അല്ലെങ്കിൽ ഇമോഷണൽ ആവണം നമ്മൾ, അല്ലെങ്കിൽ നമുക്ക് അവരുടെ അടുത്തൊരു പേടി തോന്നണം. ഇത് എന്തോ നീയൊക്കെ ആരെ വന്ന് കൊല്ല് അല്ലെങ്കിൽ ആരോ ചാവ്, ഞങ്ങൾക്കൊരു തേങ്ങയില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഈ സീരീസ് പോണത്. എനിക്ക് ഒട്ടും വർക്കായില്ല. സോ വേണ്ടവർ കണ്ടു നോക്കുക. C5 അവൈലബിൾ ആണ്. 7 എപ്പിസോഡ് ഉണ്ട്. ഒരു എപ്പിസോഡ് ഏകദേശം 20 മിനിറ്റ് ഒക്കെ ഉള്ളൂ. 20 മിനിറ്റ് ഉണ്ടായിട്ട് പോലും ഇത് സഹിക്കാൻ പറ്റില്ല. സോ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞ് ട്രൈ ഇറ്റ് ഔട്ട്.